സത്യത്തില് ഞാൻ ചെയ്തത് തെറ്റ്. നിന്റെ വൈഫിന്റെ ആദർശം, ദൈവിക ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങൾ ഒക്കെ ഞാനങ്ങ് മറന്നുപോയി. പക്ഷെ എന്റെ അവസ്ഥ നിനക്കറിയാലോ. പാവം. അത് വിട്ടേക്ക്. സത്യത്തില് ഞാനും കെവിനും ബെല്ലയോടെ നന്ദി പറയേണ്ടത്. ബെല്ലയുള്ളതുകൊണ്ടാ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലില്ല. നന്ദിയുണ്ട് ബെല്ല. നന്ദൻ എന്നോട് നന്ദി പറയുന്നോ? എന്റെ മനസ്സിൽ നന്ദന്റെ സ്ഥാനം നന്ദൻ അറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, നന്ദന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണമെങ്കിൽ ഈ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാ. ഇനിയിപ്പോ അതിനൊന്നും ആവശ്യമില്ലല്ലോ. എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞില്ലേ? ദേവിക നല്ല വിഷമിച്ചിട്ടായിരിക്കുമല്ലേ? തുറന്നു പറയാലോ ബെല്ല, ദേവിയേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ഞാനാ. തീരെ മനുഷ്യത്വമില്ലാതെയാ ഞാൻ അവളോട് പെരുമാറിയത്. വഴക്ക് പറഞ്ഞു, ആക്ഷേപിച്ചു, തല്ലാൻ കൈയോങ്ങി. ഒരു ഭ്രാന്തനെ പോലായിരുന്നു ഞാൻ. എല്ലാം ഇട്ടെറിഞ്ഞ് എന്നെ മാത്രം വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാണ് അവളെന്നും അവൾ ഇതുവരെ അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്നും ഞാൻ ആലോചിച്ചില്ല. എന്നോടൊപ്പം അവൾക്കെതിരെ എന്റെ അമ്മയും കൂടി ചേർന്നപ്പോ അവള് ആകെ തകർന്നുപോയി. പാവം ദേവി. നന്ദ, ഏത് ഭാര്യയാണെങ്കിലും അങ്ങനെയൊക്കെ ആവും. ഇഷ്ടപ്പെട്ട് പ്രണയിച്ചു കൂടെ വന്ന് ഏത് പെണ്ണും സഹിക്കും, സഹിക്കണം. വല്ല വീട്ടമ്മെന്ന നിലയിലും MLA എന്ന നിലയിലും 100% സത്യസന്ധയായിരുന്നു അവള്. പക്ഷെ ഞാനായിട്ട് അവളെ കൊണ്ട് തെറ്റിയേൽപ്പിച്ചു. ഭാവിയില് ഇനി അവള് വലിയ അഴിമതിക്കാരി ആവുകയാണെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ, അത് ഞാനാ. അവക്ക് വഴികാട്ടി കൊടുക്കേണ്ട ആളാ ഞാൻ. പക്ഷെ ഞാൻ കാരണം അവളുടെ രാഷ്ട്രീയം വഴിതെറ്റാൻ പോവാ. നീ അങ്ങനെ ചിന്തിച്ച് കാട് കയറിയൊന്നും വേണ്ട. അവള് തെറ്റല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയാ ചെയ്തത്. തൂക്കുമരത്തിൽ നിന്ന് സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചില്ലേ? അല്ല കെവിൻ, നന്ദൻ പറഞ്ഞത് കുറച്ച് ശരിയാ. ദേവിക വഴിമാറി പോകുന്നെങ്കിൽ അതിന് കാരണം നമ്മളാ. ഏയ് അല്ല, ബെല്ലയും കെവിനൊന്നും ഇതിൽ ഉത്തരവാദികളല്ല. നിങ്ങൾ രണ്ടാളും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ സഹായത്തിന് പകരമായിട്ട് പ്രതിഫലം പോലെ ഇങ്ങോട്ടും കൈപ്പറ്റിയില്ലേ? ആ പ്ലാന്റിന്റെ സർട്ടിഫിക്കറ്റ്, അപ്പൊ അതെങ്ങനെ സഹായമാവും? അല്ല, അതിപ്പോ ഒന്നും മനഃപൂർവ്വമായിട്ട് ചോദിച്ചതല്ലല്ലോ. സാഹചര്യം അങ്ങനെ കൊണ്ടെത്തിച്ചല്ലേ. മതി മതി, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കണ്ട. എടാ, തള്ളി മറിക്കുന്നൊന്നും അല്ല, കാര്യങ്ങൾ പറഞ്ഞതാ. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച. ഇതൊരു തുടക്കം മാത്രമാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിന് നമ്മൾ ഒറ്റ ടീമായിട്ട് നിൽക്കണം. എന്താ നന്ദൻ? അതെ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ സഹായത്തെക്കുറിച്ചല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ഒരുമിച്ച് വേണം. എന്താ നന്ദൻ, നമ്മളിനി ഒരുമിച്ചല്ലേ? എടാ കെവി, നീ എന്ത് പറയുന്നു?
അടിപൊളി.